ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജനറൽ ബൈബിൾ ക്വിസ്. ബൈബിളിലെ മൃഗങ്ങൾ. അനിമൽസ് ഇൻ ബൈബിൾ. പാർട്ട് 1. ചോദ്യം നമ്പർ 1. നോഹയുടെ പെട്ടകത്തിൽ നിന്ന് ആദ്യമായി പുറത്തിറങ്ങിയ മൃഗം ഏത്? നോഹയുടെ പെട്ടകത്തിൽ നിന്ന് ആദ്യമായി പുറത്തിറങ്ങിയ മൃഗം ഏത്? ഉത്തരം മലങ്കാക്ക. ഉത്തരം മലങ്കാക്ക. നോഹയുടെ പെട്ടകത്തിൽ നിന്ന് ആദ്യമായി പുറത്തിറങ്ങിയ മൃഗം മലങ്കാക്ക. ചോദ്യം നമ്പർ 2. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ എളുപ്പം ഏത് മൃഗം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്? ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ എളുപ്പം ഏത് മൃഗം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്? ഉത്തരം ഒട്ടകം. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്. ചോദ്യം നമ്പർ 3. ഇസഹാക്കിന് പകരം ബലിയർപ്പിച്ചത് ഏത് മൃഗത്തെ? ഏത് മൃഗത്തെയാണ് ഇസഹാക്കിന് പകരം ബലി അർപ്പിച്ചത്? ഉത്തരം ആട്ടുകൊറ്റൻ. ഇസഹാക്കിന് പകരം ബലി അർപ്പിച്ചത് ആട്ടുകൊറ്റനെയാണ്. ചോദ്യം നമ്പർ 4. വെളിപാട് പുസ്തകത്തിൽ മരണം ഏത് മൃഗത്തിൻ്റെ പുറത്താണ് സവാരി ചെയ്യുന്നത്? വെളിപാട് പുസ്തകത്തിൽ ഏത് മൃഗത്തിൻ്റെ പുറത്താണ് മരണം സവാരി ചെയ്യുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം മഞ്ഞ നിറമുള്ള കുതിരയുടെ. മഞ്ഞ നിറമുള്ള കുതിരയുടെ പുറത്താണ് വെളിപാട് പുസ്തകത്തിൽ മരണം യാത്ര ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ചോദ്യം നമ്പർ 5. നികുതി അടയ്ക്കാൻ യേശുവിന് പണം നൽകിയ മൃഗം. ഏത് മൃഗമാണ് നികുതി അടയ്ക്കാൻ യേശുവിന് പണം നൽകിയത്? അല്ലെങ്കിൽ എവിടെ നിന്ന് പണം കിട്ടുമെന്നാണ് യേശു പറഞ്ഞത്? മീൻ. നികുതി അടയ്ക്കാൻ യേശുവിന് പണം നൽകിയത് മീനാണ്. മീനിൻ്റെ വായിൽ നിന്നാണ് യേശുവിന് നികുതി അടയ്ക്കാൻ പണം ലഭിച്ചത്. അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദ ലോർഡ്.